സമരത്തിന് അനുകൂലിച്ചിരിക്കും. ജീവൻ കൊടുത്തും ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കും. ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ, ഞങ്ങൾ അന്യായമായിട്ട് ഒന്നും പറയുന്നില്ല. 18 വർഷം ജോലി ചെയ്ത് ഞങ്ങൾക്ക് ന്യായമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. നാളെ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ന് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും അവർക്ക് കിട്ടത്തില്ല. ഉണ്ണാത്തന്റെ വിശപ്പ് അറിയുന്നില്ല, മന്ത്രി അറിയുന്നില്ല. ഏതായാലും ഈ നിരാഹാര സമരം നടത്തിയിട്ടെങ്കിലും സർക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മരണം വരെ ഞങ്ങൾ ഈ സമരം ചെയ്യും. അത് ചെയ്തേ ഞങ്ങള്. ഇനി കുളിച്ചിട്ട് കയറാം. നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാം. ചേച്ചിയുടെ അവസ്ഥ എന്താ? ഈ ആശാവർക്കർ ജോലിക്ക് പോകുമ്പോ എന്താ സ്ഥിതി പൊതുവിൽ? എന്റെ അമ്മ സുഖമില്ലാത്ത അമ്മയാണ് സാർ. അപ്പൊ രാവിലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിന്റെ ഫീൽഡിൽ പോയി. ഇപ്പൊ നടുവെല്ലാം ഒടിഞ്ഞു. ഒരു വാർഡ് ബസ് സൗകര്യമൊന്നുമില്ല. ഞാൻ വലിയ ബുദ്ധിമുട്ടിയാണ് പോണത്. അപ്പൊ എന്നെ പോലെ ഇനി മറ്റുള്ളവർക്ക് വരല്ലേ, ഇനി അടുത്ത തലമുറയ്ക്ക് വരല്ലേ. അതാണ് വലിയ ബുദ്ധിമുട്ട്. പൈസ ഒന്നിനും തികയുന്നില്ലേ? ഇല്ല സാർ, ഒറ്റയ്ക്കില്ല. ഇല്ല 7000 രൂപ ഇൻസെന്റീവ് ഒന്നും കിട്ടിയാലോ അത് മതിയാവും? ഇല്ല സാർ. സർക്കാർ പറയുന്ന പക്ഷേ ഒരുപാട് കൊടുക്കുന്നു എന്നാണല്ലോ. അതെല്ലാരും സർക്കാർ കള്ളം പറയുന്നത്. എന്തായാലും ഞാനൊരു വാർഡ് ഒരു ആശാവർക്കറാണ്. 1000 പോപ്പുലേഷന് വേണ്ടിയാണ് ഞങ്ങളെ എടുത്തത്. 2585 പോപ്പുലേഷൻ ഉണ്ട്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും വീണ ജോർജ് മന്ത്രി പറയുന്നത് 13,200 രൂപ കിട്ടുന്നെന്ന് കള്ളമാണ്. ഇതാണ് ഭക്ഷണം. ചേച്ചി കഞ്ഞി വാങ്ങിച്ചു പോവാണോ? അല്ലല്ലോ, അയ്യോ കഞ്ഞി മേടിച്ച് പോകത്തില്ല. 20-ാം തീയതി കഞ്ഞി വാങ്ങിച്ച് കഴിക്കാൻ പോവാ. അതെ, കഴിക്കാൻ പോവാ. ഇത് ഇപ്പോഴാണോ കഞ്ഞി കുടിക്കുന്നത്? രാവിലെ വന്നിട്ട്? അതെ. ഇല്ല, ഭക്ഷണം വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. അതായത് അവർ പ്രതീക്ഷിച്ചേക്കാൾ ആൾ കൂടുതലുണ്ടെന്നുള്ളൊരു തെളിവാണ് ഈ കഞ്ഞി കിട്ടാത്തതിന്റെ. ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്ത് ആള് വന്നു. തീർച്ചയായിട്ടും നമ്മളെ ഉദ്ദേശിച്ചേക്കാളും കഞ്ഞി കുറവായി പോയത്. പ്രതീക്ഷിച്ചാൽ വളരെ അതുക്കും മേലെയായിട്ട് ആള്. ഞാൻ തലവടി ആലപ്പുഴ. ഇത് 3 പേർ ആരൊക്കെയാ നിരാഹാരം ഇരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു? അത് അവര് സംഘടന തീരുമാനിക്കും, സമരസമിതി തീരുമാനിക്കും. ഇനി അല്ല, അവരിപ്പം തീരുമാനിച്ചു കാണും. അത് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ള. ഏതായാലും ഇത് ഈ സമരം പൈസ കൂട്ടാതെ പിന്നോട്ട് പോകില്ല. ഇപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്നാണെന്നറിയാം? ഏതൊരു സമരത്തിന്റെ ഏതൊരു ലക്ഷ്യബോധത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറെ ടീച്ചേഴ്സ് ശമ്പളമില്ലാതെ കുറെ അംഗനവാടിയല്ല അല്ലാതെ ടീച്ചർമാര് എയ്ഡഡ് സ്കൂളില് അതിലൊരു ടീച്ചർ ആത്മഹത്യ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവർ അതാണ് കണ്ട് സന്തോഷിക്കാനിരിക്കുന്നത്. ഇവർ അതേ ഉള്ളൂ. അതാണ് വലിയ രൂക്ഷമായ ഒരു പ്രതികരണമാണ്. ഇവിടെ കാണാം. ഇത് ക്യൂ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ കഞ്ഞി വാങ്ങാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ്. ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട് അമ്മമാർ. എവിടെ നിന്ന് വരുമോ അമ്മ? ചേച്ചി എവിടെ നിന്ന് വരുക? കോട്ടുകൾ, ബാലരാമപുരം. പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. നിങ്ങൾ അവിടെ നിന്നൊക്കെ എല്ലാവരും വന്നോ? എല്ലാവരും വന്നിട്ടുണ്ട്. എന്താ സ്ഥിതി? ബുദ്ധിമുട്ടാണോ ജീവിതമാണ്? ബുദ്ധിമുട്ടാണോ? 7000. ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? വെയിലാണല്ലോ. ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അവസ്ഥ കഷ്ടപ്പെട്ട അവസ്ഥയാണ്. വയ്യാത്ത ആളാണോ? വയ്യ. ആശാവർക്കറാണോ? ആണ്. ഈ എല്ലായിടത്തും ഇറങ്ങി നടന്നിട്ട് അതിനുള്ള കൂലി കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താ സ്ഥിതി പറയാം? അതിനുള്ള കൂലിയൊന്നും കിട്ടുന്നില്ല. നമ്മൾ രാപ്പകൽ ജോലി ചെയ്യുകയാണ്. അപ്പം നമുക്ക് 7000 രൂപയാണ് ശമ്പളം. അപ്പം ഇപ്പോഴും നമ്മൾ 21,000 രൂപ ചോദിച്ചുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളോട് ചർച്ച ചെയ്യാനോ ഞങ്ങൾക്ക് അല്പമെങ്കിലും കൂട്ടി തന്നാൽ മതി. അല്പമെങ്കിലും കൂട്ടി തന്നാൽ അല്പമല്ല, ഇത്രയും കാലം ആയപ്പോഴതുകൊണ്ട് എന്തായാലും 21,000 വേണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട്? എനിക്കിപ്പോൾ 54 വയസ്സായി. 62 ആകുമ്പോൾ പിരിയേണ്ടി വരും. അപ്പോൾ നമ്മൾ വെറും കൈയോടെ പോകാതെ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ തരണം. ഒപ്പം പെൻഷൻ തരണം. കാരണം 93 മുതൽ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഞാൻ. എന്തൊക്കെയാ ജോലി? വലിയ ബുദ്ധിമുട്ടാണോ? ആരോഗ്യം മുഴുവൻ പോകുന്ന ജോലിയാണോ? ആരോഗ്യം പോയി, നമ്മുടെ ഉള്ള രക്തമെല്ലാം പോയി. കാര്യം നല്ല കാലത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നമ്മുടെ ചോരയും നീരും എല്ലാം കൊടുത്തു. ഇനി വയസ്സാകുമ്പോൾ വെറും കൈയോടെ പോവുക എന്ന് പറയുന്നത് കഷ്ടമാണ്. ചെറുതല്ല, നമുക്ക് വലുതായിട്ട് തന്നെ വേണം. അതിനുള്ള ജോലി ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ഈ ആരോഗ്യവകുപ്പ് വലിയ സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിന്റെ അടിസ്ഥാന വർഗം നിങ്ങളാണ്. നിങ്ങൾ ചെയ്ത പണിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഇടയ്ക്ക് നമ്മൾ ഇഷ്ടം പോലെ ജോലി ചെയ്തിട്ടാണ് അവർ ഇതിന്റെ മേന്മ ഉൾക്കൊള്ളുന്നത്. പക്ഷെ നമ്മളെ ഇപ്പം സ്ത്രീകളായിട്ട് പോലും അവർ കാണുന്നില്ല.
നമ്മളിപ്പോൾ സ്ത്രീകളായിട്ട് കാണുന്നത് അതൊരു ജീവികളെ പോലെയാണ് അവർ കാണുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനും പിന്നെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം എന്നൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞായിരുന്നു. അതേസമയം ഇവിടെ സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ പിന്നെ സമരം നടത്തുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് വെള്ളവും ഇല്ല, പിന്നെ വേറെ മഴ പെയ്തിരുന്നാലും നമ്മൾ നനഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ടാണ് ഈ പനി വന്നത് ഇപ്പം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ത്രീകളായിട്ട് പോലും പരിഗണിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകളല്ലേ അവിടെ വന്നിരുന്നിട്ട് അങ്ങ് വെക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് തോന്നുന്നു. വിചാരിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ വിചാരിക്കുന്ന ആയിരിക്കണം. അമ്മ എവിടെ നിന്ന് വരിക? ഞാൻ കോട്ടുകാലിൽ നിന്നാ വരുന്നേ. തിരുവനന്തപുരം ജില്ല. അതെ, ബാലരാമപുരം കോട്ടുകാൽ. കൈക്കൊന്നും വയ്യായോ? അത് സ്കിൻ പ്രശ്നം ഉള്ളതാണ്. ഇപ്പൊ വെയിലടിച്ച് അതെ, കാലൊക്കെ പൊട്ടി ഒഴുകുന്നുണ്ട്. ഇപ്പൊ കാല് പൊട്ടി ഇതാ കണ്ടോ ഇതൊക്കെ. എന്നിട്ട് ഈ സമരത്തിന് വന്നിരിക്കുക? അതെ അതെ, എന്നിട്ട് സമരത്തിന് വന്നിരിക്കും. കാരണം നമ്മൾ ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാനും പൈസ വേണമല്ലോ, അതുകൊണ്ടാ. അതിപ്പോ ഇല്ല. ചേച്ചിമാരൊക്കെ ഉണ്ട്. കഞ്ഞിയെ കുടിച്ചോ? കഞ്ഞി കുടിച്ചു. എന്താ സമരം വലിയൊരു സമരമായി ഇത് മാറി. ശരിക്കും പറഞ്ഞാൽ ഈ MG റോഡ് പ്രധാന പാതകൾ മുഴുവൻ ഇപ്പോൾ വണ്ടി വിടുന്നില്ല. ആ വിധത്തിൽ സമരം നിങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ സർക്കാർ അനുനയപ്പെടും എന്ന് തോന്നുന്നു, അനുനയത്തിന് വരുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, അവർ വരും. കാരണം നമ്മൾ ഒരു സ്ത്രീകളല്ലേ, അവരും ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മളടുത്ത് അവർ വരുമെന്നാണ് നമുക്ക് 100% നമ്മൾ വിചാരിക്കുന്നത്. ഇതിലൊരു ആരോഗ്യമന്ത്രിയുടെ സമീപനത്തെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ആരോഗ്യമന്ത്രിയുടെ സമീപനം ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്ത മന്ത്രിയല്ലേ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അവർ നിൽക്കുമെന്ന്. LDF ആയിരുന്നു. ഇനിയാണോ എന്ന് കേട്ടാൽ ഒരിക്കലും ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം അത്രയ്ക്ക് വെറുത്തുപോയി. ഇവിടെ 36 ദിവസം കൊണ്ട് ഈ ഭൂമി ഈ തീക്കനലിൽ വന്നിരുന്ന് ഞങ്ങൾ അത്രയ്ക്ക് വെറുത്തുപോയി. അതെ, ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലുള്ളവരും ഞാൻ ജനിച്ചു വളർന്നത് എല്ലാ ഇടതുപക്ഷത്തിനാണ്. തീരുമാനം മാറ്റി ഞാൻ മാറ്റിക്കഴിഞ്ഞു. എനിക്ക് ഇവിടെയൊക്കെ ചേച്ചിമാരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്, ഈ കാണുമ്പോൾ തന്നെ അറിയാം. വലിയ ബുദ്ധിമുട്ടാണോ ചേച്ചി? അതെ, വലിയ ബുദ്ധിമുട്ടില്ല. വരുവാ വാമനപുരത്തുനിന്ന് വരുവാണ്. അതിനുള്ള വണ്ടിക്കൂലിയൊക്കെ ഉണ്ടായിരുന്നോ? ഉള്ള വണ്ടിക്കൂലി കടമെങ്കിലും മേടിച്ചാ വരുന്നു.